Hi friends, എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും ഇലക്ട്രോടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയുടെ ടോപ്പിക്ക് നമ്മളിനി ചെയ്യേണ്ടതെന്ന് കരുതിയതാണ്. പക്ഷേ എനിക്ക് ഇൻബോക്സിലും അതേപോലെ തന്നെ വോയിസ് കോളായിട്ടും കമൻറ്റുകളായിട്ടും വരുന്ന ഡൗട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് ഇന്ന് നമ്മൾ ഈ ടോപ്പിക്ക് വീണ്ടും ഇവിടെ ചെയ്യുന്നത്. നമ്മൾ ഇൻക്യുബേറ്റർ നിർമ്മിക്കുമ്പോൾ പ്രധാനമായിട്ടും ഒരു 5 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഈ 5 കാര്യങ്ങൾ ശ്രദ്ധിച്ചതിന് ശേഷം മാത്രമേ ഉള്ളൂ നമ്മൾ ഇൻക്യുബേറ്ററിൽ എഗ്സുകൾ വെക്കാൻ പാടുള്ളൂ. കാരണം എനിക്ക് വരുന്ന കോളുകളിൽ കൂടുതലും ഇൻക്യുബേറ്ററിൻ്റെ കംപ്ലൈൻറ്റുകളുടെ അടിസ്ഥാനത്തിലാണ്. നമ്മൾ എഗ്സ് വെച്ചതിന് ശേഷം വരുന്ന കംപ്ലൈൻറ്റുകളുടെ അടിസ്ഥാനത്തിലാണ്. ഇന്നലെയും ഒരാൾ വിളിച്ചു, ഇൻക്യുബേറ്ററിൻ്റെ തെർമോസ്റ്റാറ്റ് ഹൈ ടെമ്പറേച്ചറിലേക്ക് പോകുന്നു, അത് ഒന്ന് ശരിയാക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട്. നമുക്ക് ഒന്നാമത്തെ കാര്യത്തിലേക്ക് പോകാം. ഒന്നാമത്തെ ടോപ്പിക് എന്ന് പറയുന്നത് നമ്മുടെ തെർമോസ്റ്റാറ്റിൽ നിന്ന് വരുന്ന പ്രോബ്, സ്റ്റീൽ കളറുള്ള സാധനം, സ്റ്റീൽ പോലെ ഇരിക്കുന്ന ആ സംഭവം, തെർമോസ്റ്റാറ്റിൻ്റെ പ്രോബ് ഞാനിവിടെ കൊടുക്കാം. ഈ പ്രോബ് നമ്മൾ കൃത്യമായിട്ടും എഗ്സിൻ്റെ മുകളിൽ തന്നെ വയ്ക്കുക. നമുക്ക് എഗ്ഗിന് മുകളിൽ കിട്ടുന്ന ടെമ്പറേച്ചർ വേണം കൃത്യമായിട്ടും മെഷർ ചെയ്ത് കിട്ടാനായിട്ട്. 37.5 എന്ന് പറയുന്ന ടെമ്പറേച്ചർ നമുക്ക് എഗ്ഗിൻ്റെ മുകളിൽ നിന്ന് കിട്ടേണ്ടതാണ്. അപ്പോൾ എഗ്സിന് കൃത്യമായിട്ട് 37.5 ഡിഗ്രി സെൽഷ്യസ് കിട്ടുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക എന്നാണ് വേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ആ പ്രോബ് പ്രധാനമായിട്ടും എഗ്സിൻ്റെ മുകളിൽ തന്നെ വെക്കുക. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ എഗ്സിലേക്ക് വരുന്ന ഫാനിൻ്റെ ഫ്ലോ, അതായത് എയർ ഫ്ലോ എന്ന് പറയുന്നത് എഗ്സിലേക്ക് വേണം വരാൻ. ചിലർ എഗ്ഗിൽ നിന്ന് വലിച്ചു പോകുന്ന രീതിയിലാണ് വയ്ക്കാറ്. അപ്പോൾ കൃത്യമായിട്ടും എയർ ഫ്ലോ ഫാനിൽ നിന്ന്, അതായത് നമ്മൾ ചൂടാകുന്ന എയർ, വെള്ളവും കൂടി ചൂടാകുന്ന ഹ്യൂമിഡിറ്റിയും ഉൾപ്പെടെ ഫാനിലൂടെ വലിച്ച് എഗ്സിലേക്ക് തള്ളുന്ന രീതിയിൽ വേണം സെറ്റ് ചെയ്യാൻ. അതായത് ചുരുക്കി പറഞ്ഞാൽ ഫാനിലേക്ക് കാറ്റ് വരുന്ന രീതിയിൽ വേണം സെറ്റ് ചെയ്യാൻ. അതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇനി മൂന്നാമത്തെ ടോപ്പിക് എന്ന് പറയുന്നത്, ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. നിങ്ങളൊരു ഇൻക്യുബേറ്റർ നിർമ്മിക്കുമ്പോൾ ഇതേപോലത്തെ കുറഞ്ഞ നമ്മുടെ ലെവലിലുള്ള തെർമോസ്റ്റാറ്റ് കൺട്രോൾ യൂണിറ്റുകളാണ് മേടിച്ച് വെക്കാറ് പലരും. ഈ തരത്തിലുള്ള സാധനങ്ങൾ മേടിക്കുമ്പോൾ ഒരു 2 എണ്ണമെങ്കിലും നമ്മൾ മേടിക്കുക. ഏകദേശം 250 രൂപ വില വരുള്ളൂ ഈ ടൈപ്പ് നമ്മുടെ തെർമോസ്റ്റാറ്റ് കൺട്രോൾ യൂണിറ്റ്. അപ്പോൾ അതൊരു 2 എണ്ണം മേടിക്കുക. കാരണം നമ്മൾ എഗ്ഗ് വെച്ച് നമുക്കൊരു 21 ഡേയ്സിന് നമുക്കിത് വർക്ക് ചെയ്യേണ്ടതാണ്. ഇത്രയും ലോ ക്വാളിറ്റിയിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ ഒരു പ്രൊഡക്ഷൻ കോസ്റ്റ് എന്ന് പറയുന്നത് ഏകദേശം ഒരു 100-120 രൂപ വരുള്ളൂ. നമ്മൾ 250 രൂപയ്ക്ക് മേടിക്കുന്ന സാധനത്തിന് അത്രയും കോസ്റ്റേ വരത്തുള്ളൂ. അതുകൊണ്ട് തന്നെ അതൊരു ചൈന മേക്ക് കാര്യങ്ങളൊക്കെയാണ്. ക്വാളിറ്റിയും വളരെ മോശമായിരിക്കും. ചിലപ്പോൾ നമ്മൾ വർക്ക് ചെയ്തൊരു 10-15 ദിവസം കഴിയുമ്പോൾ കംപ്ലൈൻ്റ് ആയി പോകും. ഇന്നലെ വന്ന കോളിൽ ഇതായിരുന്നു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത്. പുള്ളി എഗ്ഗ് വെച്ചിട്ട് ഏകദേശം ഒരാഴ്ചക്കാലം കഴിഞ്ഞു. ഇന്നലെ നമ്മുടെ തെർമോസ്റ്റാറ്റ് കംപ്ലൈൻ്റ് ആയി പോയി. വേറെ മാർഗ്ഗങ്ങളൊന്നുമില്ല, ലോക്ക്ഡൗൺ ആണ്, സാധനങ്ങൾ മേടിക്കാൻ കിട്ടാനില്ല, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രധാനമായിട്ടും ഈ ടെമ്പറേച്ചർ കൺട്രോൾ യൂണിറ്റ് അല്ലെങ്കിൽ തെർമോസ്റ്റാറ്റ് യൂണിറ്റ് മേടിക്കുമ്പോൾ നല്ല രീതിയിലുള്ള നല്ല ക്വാളിറ്റി തെർമോസ്റ്റാറ്റ് തന്നെ മേടിക്കുക. ഇവിടെ ഞാൻ മേളിൽ കൊടുക്കാം. ഇത് സബ്-സീറോ എന്ന് പറയുന്ന മോഡലാണ്. ഇത് എന്ന് പറയുന്നത് നമ്മൾ റെഫ്രിജറേറ്ററുകളിലും മറ്റും ഉപയോഗിക്കുന്ന ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള തെർമോസ്റ്റാറ്റ് കൺട്രോളാണ്. ഇതിൽ ആക്യുറസി എന്ന് പറയുന്നത് നല്ല രീതിയിലുള്ള കൃത്യമായിട്ട് ഏകദേശം നല്ല ആക്യുറസി തന്നെ കിട്ടും. ഏകദേശം 750 രൂപ മുതൽ 1200 രൂപ വരെ വില വരുന്നതാണ് ഈ തെർമോസ്റ്റാറ്റ് യൂണിറ്റ്. അപ്പോൾ നല്ല രീതിയിൽ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഇതെടുത്ത് വെക്കുക. ഇനി നാലാമത്തെ ടോപ്പിക് എന്ന് പറയുന്നത് വെള്ളം നമുക്ക് കൃത്യമായ രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. വെള്ളം കൃത്യമായിട്ട് ഒഴിച്ചു കൊടുക്കുക, ടോപ്പ് അപ്പ് ചെയ്ത് നിർത്തുക. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് ഹ്യൂമിഡിറ്റി കൃത്യമായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് കിട്ടുന്നത്. അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് ഒരിക്കലും കുറഞ്ഞു പോകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഹ്യൂമിഡിറ്റി കൃത്യമായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് നിർത്താനായിട്ട് ശ്രമിക്കുക. അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഹ്യൂമിഡിറ്റി സെൻസർ കൂടി വാങ്ങി വെക്കാം. അതിന് ഏകദേശം 550 രൂപ മുതൽ നമുക്ക് ലഭ്യമാണ്. ഹ്യൂമിഡിറ്റി സെൻസർ ഉണ്ടെങ്കിൽ കൃത്യമായിട്ടും ഇത് രണ്ടും കൂടി സീരീസ് ചെയ്ത് കണക്ട് ചെയ്ത് നമുക്ക് കൃത്യമായിട്ട് തന്നെ ആ ഹ്യൂമിഡിറ്റി കൺട്രോൾ ചെയ്ത് നിർത്താനും ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്ത് നിർത്താനുമായിട്ട് സാധിക്കും. നല്ല രീതിയിൽ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അതും കൂടി യൂസ് ചെയ്യാം. ഇനി അതും മേടിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഞാനൊരു പോംവഴി പറഞ്ഞുതരാം. നമ്മൾ എഗ്സിൻ്റെ മുകളിൽ കൃത്യമായിട്ടും തന്നെ ഇപ്പോൾ നമ്മൾ 2-3 ദിവസം കഴിയുമ്പോൾ ഹ്യൂമിഡിറ്റി കൂടുതലാണെന്നുണ്ടെങ്കിൽ ഈർപ്പം വരും. ആ ഈർപ്പം ഒഴിവാക്കാനായിട്ട് നമുക്ക് ബോക്സിൻ്റെ മേൽവശത്തായിട്ട് കൃത്യമായിട്ടൊരു ഹോൾ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഹ്യൂമിഡിറ്റി അങ്ങോട്ട് ഒഴിവാക്കി കിട്ടും. ഇനി അഞ്ചാമത്തെ കാര്യം പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ എഗ്ഗുകൾ കൃത്യമായിട്ട് 3 മണിക്കൂർ കൂടുമ്പോൾ തന്നെ തിരിച്ചു വെക്കാനുള്ളൊരു സൗകര്യം ചെയ്യുക. കാരണം നമ്മുടെ സമയം മെനക്കെടുത്തി വേണം നമ്മളിത് ചെയ്യാനായിട്ട്. നമ്മൾ 21 ദിവസത്തേക്ക് നമ്മൾ ബുദ്ധിമുട്ടുന്നുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 16-17 ദിവസത്തോളം നമ്മൾ എഗ്സിനെ റൊട്ടേറ്റ് ചെയ്ത് വെക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത് കൃത്യമായിട്ട് തന്നെ നമ്മൾ ചെയ്യുക. ഏകദേശം ഓരോ 3-4 മണിക്കൂർ കൂടുമ്പോൾ തിരിച്ചു വെക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത്രയും സൗകര്യം. നിങ്ങളില്ലാന്നുണ്ടെങ്കിൽ വീട്ടുകാർക്ക് ചെയ്യാവുന്ന രീതിയിൽ ഒതുങ്ങിയ സ്ഥലത്ത് വേണം ഇത് വെക്കാൻ. മേളിലൊന്നും കൊണ്ട് വെക്കരുത്. ഒതുങ്ങിയ സ്ഥലത്ത് വെച്ച് നമുക്ക് തന്നെ ചെയ്യാവുന്ന രീതിയിൽ, വീട്ടുകാർക്കും വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാവുന്ന രീതിയിൽ വേണം വെക്കാൻ. അപ്പോൾ ആ ടൈമിങ് പറഞ്ഞു കൊടുത്തിട്ട് ആ സമയത്ത് തന്നെ കൃത്യമായിട്ട് തിരിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നവർക്ക് ഏകദേശം നല്ല രീതിയിലുള്ള റിസൾട്ട് കിട്ടും. എല്ലാവർക്കും ഇൻക്യുബേറ്റർ നിർമ്മിച്ച്
വിരിയിച്ച് എടുക്കുവാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റ്സായിട്ട് രേഖപ്പെടുത്തുക. ഒപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വ്യത്യസ്തമായിട്ടുള്ള പല ടോപ്പിക്കുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.